ആചാര്യ, ഈ മമ്മൂട്ടി സാറിന് എവിടെ വെച്ച് അടി കിട്ടിയെന്നാ നിങ്ങൾ കേട്ടെ? അത് ഞമ്മളെ കോഴിക്കോട്ട് വെച്ച് ഓരുടെ പുതിയ പടമായ രൗദ്രം കളിക്കുന്ന അപ്സര കൊട്ടകയില് അവരുടെ ഫാൻസ് അസോസിയേഷൻകാരൻ നടത്തിയ പരിപാടിയും കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ ആ റെയിൽവേ സ്റ്റേഷന്റെ ലിങ്ക് റോഡിൽ വെച്ച് ഒരാരാധകൻ മൂപ്പറ മുഖത്തടിച്ചെന്നാ പറഞ്ഞു കേൾക്കുന്നു. ഇതിനെയൊക്കെ എങ്ങനെയാ ആചാര്യ ഒരടിയുടെ കണത്തിൽപ്പെടുത്താൻ പറ്റുക? അടിന്നൊക്കെ പറഞ്ഞ പണ്ട് നമ്മുടെ ശ്രീമാൻ മോഹൻലാലിന് കിട്ടിയ അടി, ആ അടി അതും ഒരു സാധാരണ ആരാധകനൊന്നുമല്ല, ഒരു പോലീസുകാരൻ ആ അടിക്കണ്ടായേ. അണ്ണ, നമ്മളെ ലാലെണ്ണ അത് എവിടെ വെച്ചാ അണ്ണ കിട്ടിയേ? കുഞ്ഞെ, അതങ്ങ് ഒറ്റപ്പാലത്ത് ആ ദേവാസുരത്തിന്റെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ആ വിദ്വാന്റെ മുതുകിലെ മസിൽ ചതഞ്ഞ് ഡാമേജ് ആയിട്ട് ആ ഡാമേജും വേദനയും കൊണ്ട് പിറ്റേ ദിവസം ആ വിദ്വാൻ ലൊക്കേഷനിൽ വന്നിറങ്ങിയപ്പോ അവിടെ നിന്നൊരു പോലീസുകാരൻ ആ ഒന്ന് കൊടുക്കണ്ടായേ. വാസ്തവണോ സഖാവേ നിങ്ങൾ ഈ പറയുന്നേ? പിന്നില്ലാതെ. ഈ അടി കിട്ടി 3 വർഷത്തിന് ശേഷം ലാൽ ഇതുപോലെ ഷൂട്ടിങ്ങിനായി വീണ്ടും ഒറ്റപ്പാലത്ത് എത്തിയപ്പോ ആ പോലീസുകാരൻ വന്ന്, ലാലേട്ടാ അന്ന് നിങ്ങളെ തല്ലിയത് ഞാനാണ്, എന്നോട് ക്ഷമിക്കണോന്ന് പറഞ്ഞുന്ന് ശ്രീമാൻ മോഹൻലാൽ തന്നെയാ ഇന്നാള് പറയണ്ടായേ. തിരുമേനി, മമ്മൂട്ടി സാറിന് ഇപ്പൊ കിട്ടിയെന്ന് പറയപ്പെടുന്ന അടി നമ്മുടെ ലാലേട്ടിന് കിട്ടിയതുപോലെ ആരാധകന്റെ അല്ലെന്നാ നാട്ടുകാർ പറയുന്നേ. നമ്മുടെ മുഖ്യമന്ത്രിയെ അവഹേളിക്കാൻ വേണ്ടി രഞ്ജി പണിക്കർ സാർ എടുത്ത രൗദ്രം എന്ന സിനിമയെയും അതിലെ മമ്മൂട്ടി സാറിന്റെ നായക വേഷവും ഇഷ്ടപ്പെടാത്ത ഏതോ BS ഗ്രൂപ്പുകാരനാണ് ഈ അടി ആസൂത്രണം ചെയ്തതെന്ന് പറഞ്ഞതുകൊണ്ടാ ഈ വാർത്ത ഇപ്പൊ കാട്ടുതീ പോലെ വളർന്നേ. ഇതൊക്കെ വെറുതെ പറയുന്നതാ കറിയാച്ച. ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയിൽ ചാടി കയറിയ ഒരു പയ്യൻസ് ആവേശം മൂത്ത് എന്നെ ഒന്ന് തൊട്ടതല്ലാണ്ട് എന്റെ മുഖത്താരും അടിച്ചിട്ടില്ലെന്ന് മമ്മൂട്ടി സാർ തന്നെ ഇങ്ങ് പറഞ്ഞല്ലോ. അല്ലേ തന്നെ ഇതൊക്കെ എന്തിനാ സാറേ ഇനി മമ്മൂട്ടി സാറ് പറയുന്നത്? നമ്മള് മലയാളികള് അരിശം മൂത്ത് ആരെ കൈവച്ചാലും സിനിമാക്കാരെ കൈവയ്ക്കൂ സാറേ? മണ്ണിലും വിണ്ണിലും അല്ലാതെ എയറിൽ നിൽക്കുന്ന ഈ താരങ്ങളെ നമ്മൾ പാണ്ഡ്യമക്കളെക്കാൾ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു. ഇവിടെ ആർക്കാ സാറേ അറിയാത്തെ? അടിച്ചാൽ മുതുകിലടി, വയറ്റിലടിക്കരുത്.